അച്ചുപൊട്ടി കൊള്ളാലോടെ സൈമ. നിനക്ക് തന്നെ എവിടുന്ന് കിട്ടി? സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പൻ്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചേ. ഓ സാബു. ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മുടെ എസ് ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല, കുരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാം. അതെ, പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡേ. ഈ പേര് നമുക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവില്ല. പാലുടിച്ച് തീർത്തോ? എങ്കിൽ ചോറ് കൂടെ കൊടുക്കാം. എടി, ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ലെന്ന്. ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്. പട്ടിന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടിയെന്നല്ല പ്രവാരം വെള്ളം വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല. വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ, ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാം, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണിന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതായി പട്ടിക്ക് ആയിരുന്നു. 10 സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തു പറ്റി? പെറ്റുപോയി. പെറ്റുപോയോ? സൈമ റൗഡി പട്ടി പെറ്റ് പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി? ഇന്നലെ മുതൽ കാണാനില്ല. അയ്യോ, ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ സാഡ് ന്യൂസ്. എന്നാ ശരി. പോവാണോ? അല്ല, ഹലോ. സൈമ, നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചു കൊടുത്താലോ? കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ? ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 1-2 പട്ടിക്കളന്മാരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹജ് പട്ടികളെല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാ. ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകൾ നിരങ്ങയാണ് സാറേ. രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ. സാർ എന്തിനേലും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലമല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാര് മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാർ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ അങ്ങനെ പറഞ്ഞ കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം ഒന്ന് നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ടില്ല കിട്ടും. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേൾക്കണ്ടേ? എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്ന കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിലത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. സമയം ഉച്ചകൊണ്ട് സാറേ. സൈമ, വാടാ, കയറിയോടാ. അല്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ, കഴിക്കടാ. അല്ല, ഞങ്ങൾ കഴിച്ചാ സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നോ. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ്. ഹിന്ദിയാണോ? ഇംഗ്ലീഷാ. അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണോ? നീ നിന്റെ പരീക്ഷ പുഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴിക്കിട്ട്. പുള്ളിയുടെ അപ്പൻ്റെ ഫോട്ടോയാ. സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ? എൻ്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത്. അല്ല, എൻ്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ല സാറേ? ടീച്ചർ വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസും ഇല്ല, അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ,
നമ്മുടെ മറ്റേ കട്ടൗട്ടിൻ്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയന്റെ കട്ടൗട്ട്. ഇതേ സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാർ ഒരു 15,000 രൂപ തന്നാൽ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണ് സാർ. ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയത്. സാറിന്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും നല്ല സാറേ ഇങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറ് കഷ്ടമുണ്ട്, സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറ്. മതിയായിരുന്നു മതി. 15,000 രൂപയുടെ കേസല്ലേ? ഇനി അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു. സാറുടെ മൊത്തത്തിൽ കഥറല്ല. സാർ സീരിയസ് ആയിട്ട് മന്ത്രിയാൻ പോകണ. അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും. മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിടാ മതി, തള്ളിയത് മതി. ഇല്ല ഓറാക്കണ്ട. അല്ല 15,000 രൂപയുടെ കേസല്ലേ? തന്നേക്കാം. അതല്ല സാറേ, വൈൻ. എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ. ഇത് അർജുന മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നുമില്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? 2 പെൺമക്കളെയും കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല. പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണ. എല്ലാരും ഇവിടെ കിടക്കി. സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ചത്തോടെ കയറ്റെടുക്കണ. ആ പോർമ്പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കത് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ. ആരുടെ ഇങ്ങനെ ഓട്ടോ അടിച്ച് മറിക്കണം. ഞങ്ങളെ വിജയണ്ണന്റെ കാലടിക്കോടാ നീ. നീ നമ്മളെ വിജയണ്ണനെ കാലടിക്കോ? നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ട. അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല.
അണ്ണൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോൾ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ ഇനി അതൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനൊക്കെ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിനിട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണോടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലോടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാന്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷെ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാക്ക മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. ഓടിക്കോ. അതിന് വിമാനത്തിന് ഓടി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ് നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. സാറേ ടിക്കറ്റ് പിള്ളേർ കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കണ്ട. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി തള്ളാ സാറേ.